ഈ പ്രപഞ്ചമൊക്കെ എന്ത് രസമല്ലേ! അങ്ങോട്ടേക്ക് ഒന്ന് നോക്കിക്കേ, എന്ത് ഭംഗിയല്ലേ! നല്ല പൂക്കളുണ്ട്, മരങ്ങളുണ്ട്, ചെടികളുണ്ട്, പക്ഷികളുണ്ട്. നല്ല ഭംഗിയല്ലേ എല്ലാം കാണാൻ? ഇതൊക്കെ ആരാ തന്നത്? ഇതെല്ലാം ദൈവം നമുക്ക് വേണ്ടി തന്നതാ അല്ലേ? ദൈവം നമ്മെ എത്രയധികമാണ് സ്നേഹിക്കുന്നത്. കണ്ടോ, ഇതെല്ലാം എന്ത് രസമാ കാണാന്. എല്ലാവർക്കും സുഖമാണോ? നമുക്കിന്ന് ഈശോയെ പറ്റി പഠിക്കാം. മടുപ്പൊന്നുമില്ലല്ലോ. രാവിലെ ആയതുകൊണ്ട് നല്ല മിടുക്കരായിട്ടിരിക്കുക അല്ലേ? നമുക്ക് ബൈബിളിലെ ഒരു ഭാഗം വായിച്ചാലോ? സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യേ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ബൈബിളിലെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ആരെപ്പോലെ ഉള്ളവരാ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക? മിടുക്കര്, ശിശുക്കളെ പോലെ ഉള്ളവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. നിഷ്കളങ്കത വേണമല്ലേ? കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്താ? അവർ എപ്പോഴും ചിരിക്കും, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. അവർക്ക് കള്ളത്തരമില്ല. അവർക്ക് എല്ലാവരോടും സ്നേഹമാണ്. നിങ്ങൾക്കെല്ലാവരോടും സ്നേഹമല്ലേ? നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കണം? കള്ളത്തരമൊന്നും പറയാതെ നല്ല മിടുക്കരായിട്ടിരിക്കുന്നവരെയാണ് ഈശോയ്ക്കിഷ്ടം. മനസ്സിൽ ഒന്നും പാടില്ല അല്ലേ? നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാവരും പിന്നെ പുറത്ത് കാണിക്കേണ്ടത്. എന്താ മോളെ, എന്താ പറ്റിയേ? കരയുവാണല്ലോ. ചാച്ചനും അമ്മയും വഴക്കാണോ? കൊച്ചിനെ വഴക്ക് പറയുമോ? എന്നെ വീട്ടിൽ സമാധാനമില്ലേ? പോട്ടെ, സാരമില്ല കേട്ടോ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് എല്ലാ സങ്കടങ്ങളും തീരും. നമ്മുടെ കുഞ്ഞു കുഞ്ഞു സഹനങ്ങളൊക്കെ ഈശോയുടെ കരങ്ങളിൽ നമുക്ക് കൊടുക്കാം. എന്തിനാ കയ്യിൽ കൊടുക്കുന്നത്? ഈശോയുടെ കരങ്ങളിൽ എന്തിനാ കൊടുക്കുന്നത്? ഈശോ നമുക്ക് സഹിക്കാനുള്ള ശക്തി തരും. ചാച്ചനും അമ്മയും കൊച്ചിനെ കാണാൻ വരും കേട്ടോ. വിഷമിക്കൊന്നും വേണ്ട. നല്ല കുട്ടിയായിരിക്കണം, നന്നായി പഠിക്കണം, നല്ല മിടുക്കിയായിട്ട് വളരണം. നമ്മുടെ കുഞ്ഞു കുഞ്ഞു സഹനങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ ഈശോ നല്ല സമ്മാനങ്ങൾ നമുക്ക് തരും. കണ്ണീരൊക്കെ തുടച്ച് നല്ല മിടുക്കിയായിട്ടിരുന്നേ.
വീട്ടിൽ നമ്മൾ എന്നും സന്ധ്യാപ്രാർത്ഥന ചൊല്ലില്ലേ? എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന ചൊല്ലുമോ? ചൊല്ലും അല്ലേ? സന്ധ്യാപ്രാർത്ഥന ചൊല്ലുമ്പോൾ ഏറ്റവും ഒടുവിൽ എന്താ ചെയ്യുന്നേ? പാട്ടൊക്കെ പാടും. ഈശോയുടെ തിരുഹൃദയത്തിന് മുൻപിൽ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ? തിരുഹൃദയ രൂപമുണ്ടല്ലോ എല്ലാവരുടെയും വീട്ടിൽ. ഈശോയുടെ തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ പാടാൻ നമുക്കൊരു പാട്ട് പഠിച്ചാലോ? പോയി മുട്ടുകുത്തി ആ പാട്ട് പാടണം കേട്ടോ. പരിത്രാണകനാമീശോ പോരുക, മമ മാനസപ്പൂവാടിൽ പോരുക, ദിവ്യ സ്നേഹാഗ്നി വീശിയെന്നും വാഴുക, സുരദീപ്തി ചിന്തിയെന്നും വാഴുക. നല്ല പാട്ടല്ലേ അത്? എല്ലാവരും നന്നായി പഠിച്ചു അല്ലേ? നന്നായി പഠിച്ചു പാടി.